നാടൊട്ടാകെ ചർച്ച ചെയ്ത നടി ആക്രമിക്കപ്പെട്ട കേസിന് കോടതി വിധി പറയുന്ന ദിനം എത്തുകയാണ്. ഡിസംബർ 8-ന് കോടതി ഈ കേസിൽ വിധി പറയും. വാദത്തിൽ വ്യക്തത വേണമെന്ന നിർദ്ദേശവുമായി 27 തവണ വിചാരണ കോടതി ഈ കേസ് മാറ്റിവെച്ചിരുന്നു. എന്നാൽ ഡിസംബർ 8 എന്ന തീയതി കേസിൽ വിധി പറയുമെന്നറിയുന്നു. ഇക്കഴിഞ്ഞ ഏപ്രിലിൽ പ്രോസിക്യൂഷനും പ്രതിഭാഗവും വാദം പൂർത്തിയാക്കിയതിനെ തുടർന്ന് ഇപ്പോൾ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നടന്ന അന്തിമവാദവും പൂർത്തിയായി. കേസുമായി ബന്ധിപ്പിച്ചിട്ടുള്ള എല്ലാ പ്രതികളും വിധി പറയുന്ന ദിവസം കോടതിയിൽ ഹാജരാവണമെന്ന് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം വിചാരണ നടപടികൾ പൂർത്തിയായെങ്കിലും അന്തിമ നടപടിക്രമങ്ങൾ 1 വർഷത്തിലധികം നീളുകയായിരുന്നു. സാക്ഷി വിസ്താരം പൂർത്തിയാക്കാൻ 4.5 വർഷം വേണ്ടി വന്നു എന്നതും ശ്രദ്ധേയമാണ്. 2017 ഫെബ്രുവരി 17-ാം തീയതിയാണ് അങ്കമാലിയിലെ അത്താണിക്ക് സമീപം ഓടിക്കൊണ്ടിരുന്ന കാറിൽ യുവനടി ആക്രമിക്കപ്പെട്ടത്. ദൗർഭാഗ്യകരമായ ഈ സംഭവത്തെ തുടർന്ന് അന്വേഷണങ്ങൾ നടത്തുകയും നെടുമ്പാശ്ശേരി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് ക്രൈംബ്രാഞ്ച് അന്വേഷണം പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ആകെ 9 പ്രതികളാണുള്ളത്. പൾസർ സുനിയാണ് 1-ാം പ്രതി. അതേസമയം നടൻ ദിലീപിനെ 8-ാം പ്രതിയാക്കുകയും ചെയ്തിരുന്നു. അന്വേഷണത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ പ്രതി ചേർക്കാതിരുന്ന നടൻ ദിലീപിനെ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ജൂലൈ 10-ന് പോലീസ് അറസ്റ്റ് ചെയ്യുകയും 85 ദിവസത്തിനു ശേഷം, അതായത് 2017 ഒക്ടോബർ 3-ന് ജാമ്യം നൽകുകയും ചെയ്തത്. ഈ സംഭവത്തോടെ ദിലീപിനെ അഭിനേതാക്കളുടെ സംഘടനയായ AMMAയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിരുന്നു. ദിലീപിനെ പ്രതി ചേർത്തത് അനുബന്ധ കുറ്റപത്രപ്രകാരം ബലാത്സംഗ ഗൂഢാലോചന കേസിലാണ്. ദിലീപും പൾസർ സുനിയും ഉൾപ്പെടെ 9 പ്രതികളാണുള്ളത്. അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ പ്രകാരം ആക്രമണത്തിന് ഇരയായ ചലച്ചിത്ര നടിയോട് നടനായ ദിലീപിന് മുൻവൈരാഗ്യമുണ്ടായിരുന്നു. അന്വേഷണം ആ വഴിക്ക് നീങ്ങിയതോടെ കൃത്യമായ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ കുറ്റകൃത്യമാണ് ഇതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പക്ഷം. ഇതിനെ തുടർന്നാണ് 2017 നവംബറിൽ കുറ്റപത്രം സമർപ്പിക്കുകയും 2018 മാർച്ച് 8-ന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ വിചാരണയ്ക്ക് തുടക്കം കുറിച്ചതും. 2018 ജൂണിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ദിലീപ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തള്ളുകയും ചെയ്തിരുന്നു. ഡിസംബർ 8-ന് കോടതി വിധി പറയുമ്പോൾ കേരളം വളരെ ഗൗരവത്തോടെ ചർച്ച ചെയ്ത കേസിനാണ് തിരശ്ശീല വീഴുക. സംസ്ഥാനമൊട്ടാകെ വിധി പ്രസ്താവനയിലേക്ക് ഇപ്പോൾ ഉറ്റുനോക്കുകയാണ്.